എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വം ഉള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വം ഉള്ള നാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴയനിക്കുംബനാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴയനിക്കുംബനാമം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വചനം 118 സങ്കീർത്തനത്തിൻ്റെ 10, 11, 12 ഈ വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തീനിച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. പ്രൈസ് ലോർഡ്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ കടന്നു പോകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് എന്നതിൻ്റെ ഒരു വിവരണമാണ്. ഒരു വ്യക്തിയല്ല, സകല ജാതികളും. ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണത്. ആമേൻ. എന്നിട്ട് വീണ്ടും അതിൻ്റെ തീവ്രതയിൽ പറയാണ്, എന്നെ വളഞ്ഞു അവർ. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും പറയാണ്, തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. 3 പദങ്ങളാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ഈ 3 ആ പ്രശ്നത്തെ ജയിച്ച സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെ ഛേദിച്ചു കളഞ്ഞു. എന്താണ് ദൈവമക്കളെ ഈ ദൂതിൻ്റെ അർത്ഥം? ആയിരക്കണക്കിന് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ മേൽ പരിഹാരം ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആമേൻ. നിങ്ങളുടെ ആയിരക്കണക്കിനുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു നാമം മതി. ആ യേശുവിൻ്റെ നാമം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് ബലമുള്ള ഗോപുരമാണ്. നീതിമാന്മാർ അതുവഴി കടന്ന് രക്ഷ പ്രാപിക്കും. അതൊരു മറവിടമാണ്, അതൊരു അഭയമാണ്, അതൊരു ശരണമാണ്, അതൊരു സങ്കേതമാണ്. അത് ഉറപ്പുള്ളൊരു കോട്ടയാണ്. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യേശുവിൻ്റെ നാമമായിരിക്കണം. ആമേൻ. പറയാണ്, ഞങ്ങൾ അതിനെ ഛേദിച്ചു കളഞ്ഞു, തേനീച്ച പോലെ ചുറ്റിയതിനെ കത്തിച്ചു കളഞ്ഞു. ആമേൻ. സ്തോത്രം. ഇതിനെല്ലാം ജയിച്ചത് നാമത്തിലാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നതിൽ ഒത്തിരി ശ്രദ്ധാലുക്കളായിരിക്കണം. എല്ലാ പ്രശ്നങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ എതിരിടണം. എല്ലാ പ്രശ്നങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എതിരിടണം. കാരണം അത് അത്ഭുതത്തിൻ്റെ നാമമാണ്. കർത്താവ് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആയുധമാണ് അവൻ്റെ നാമം നമുക്ക് തന്നിരിക്കുക. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കും, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. അത്ര ഉറപ്പാണ്. കഴിഞ്ഞ നീണ്ട ദിവസങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശത്രുവിനെ തകർക്കാൻ ആയുധങ്ങൾക്കും പടയാളികൾക്കും സൈന്യത്തിനും രാജ്യത്തിനും കഴിയാതിരിക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ വലിയ അഭ്യസനമൊന്നും ലഭിക്കാത്ത, ആയുധങ്ങൾ പിടിച്ച് ശീലിക്കാത്ത ഒരുവൻ ദാവീദ് ആ മല്ലനായ ഗോലിയാത്തിന്റെ നേരെ ചെന്നെത്തുന്നത് പറയുന്നുണ്ട്, നീ
നിന്ദിക്കുന്ന നാമത്തിൽ ഞാൻ വരികയാണ്. ആ പൈശാചിക മണ്ഡലത്തെ ദാവീദ് ജയിച്ചത് തൻ്റെ കയ്യിലുള്ള കല്ലിൻ്റെ ബലത്തിലല്ല, നാമത്തിൻ്റെ ബലത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നോക്കി നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറുക. കടമേ യേശുവിൻ്റെ നാമത്തിൽ മാറുക. രോഗമേ യേശുവിൻ്റെ നാമത്തിൽ മാറുക. ഞെരുക്കമേ യേശുവിൻ്റെ നാമത്തിൽ മാറുക. മന്ത്രവാദമേ ആഭിചാരമേ യേശുവിൻ്റെ നാമത്തിൽ മാറുക. ചില കുഞ്ഞുങ്ങൾ വളരെ തളർന്നിരിക്കുന്നതായിട്ട് എനിക്ക് ആത്മാവിലറിയാം. എന്തേരം ശ്രമിച്ചിട്ടും പഠിക്കാൻ കഴിയാതെ, വേണ്ട വിധത്തിൽ ജോലി ലഭിക്കാതെ, നീ പഠിച്ച ജോലിയല്ല നീ ചെയ്യുന്നത്, വാതിലുകൾ തുറക്കപ്പെടാതെ സാധാരണക്കാരായി തുടരുന്നത് ഞാൻ കാണുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിച്ചു, നിന്റെ മുമ്പിൽ ഈ ദിനങ്ങളിൽ തന്നെ വഴികൾ കർത്താവ് തുറക്കും. മാതാവേ, തലമുറയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അത് അത്ഭുതത്തിൻ്റെ നാമം. അതായിരിക്കണം നിങ്ങളുടെ സമ്പത്ത്, അതായിരിക്കണം നിങ്ങളുടെ അസറ്റ്. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക്. ചിലതിനെ നോക്കി പറ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക്, യേശുവിൻ്റെ നാമത്തിൽ തുറക്ക്, യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്ക്, യേശുവിൻ്റെ നാമത്തിൽ കാറ്റേ അടങ്ങ്. ആമേൻ. നിങ്ങൾ അധികാരത്തോടെ സംസാരിക്കുക. കാരണം നിങ്ങളുടെ ബലമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന നാമത്തിൻ്റെ ബലമാണ്. അത് വളരെ വലുതാണ്. സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് തന്ന് ബലപ്പെടുത്തുകയാണ്. അടുത്തൊരു വാക്കൂടെ പറയുന്നു, ഞാൻ വീഴുവാൻ തക്കവണ്ണം ആമേൻ നീ എന്നെ തള്ളി, യഹോവ എന്നെ സഹായിച്ചു. തകർക്കാനും ഉടച്ചു കളയാനൊക്കെ ശ്രമിക്കുന്ന പലരുമുണ്ട്. പക്ഷേ യഹോവ നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങളുടെ ആശ്രയം അവൻ്റെ നാമമാണ്. യെസ്, ആ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം എനിക്കത്ര ഉറപ്പാണ് ഈ നാമത്തെ. യെസ്, ഞങ്ങൾ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. യേശുവേ, നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിനായി സ്തോത്രം ചെയ്യും. യേശു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. പിതാവേ, കർത്താവ് ബലമേറിയ നാമത്തിനായി നന്ദി പറയും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സംരക്ഷണത്തിനും കർത്താവെ സുരക്ഷിതത്തിനുമായി നന്ദി പറയുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴികളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൃപയെ പകരുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിലുള്ള ജയത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പരിശുദ്ധാത്മ നിയോഗത്താൽ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിർജീവമായ അവയവങ്ങൾ ബലപ്പെടട്ടെ. അവരുടെ ആമേൻ രോഗങ്ങൾ മാറട്ടെ. ആമേൻ. അവരുടെ ഓപ്പറേഷനുകൾ ക്യാൻസലാകട്ടെ. ഇല്ലാത്ത അവയവങ്ങൾ യേശുവിനകത്ത് ഉണ്ടാകട്ടെ. പ്രവർത്തനരഹിതമായതെല്ലാം പ്രവർത്തിച്ചു തുടങ്ങട്ടെ. കാലുകൾ കൈകൾ ബലപ്പെട്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ അവർ ആരോഗ്യവും സൗഖ്യവും പ്രാപിക്കട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ. ജോലികൾ ഉണ്ടാകട്ടെ. വരുമാന മാർഗങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ പഠനങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ അധ്വാനത്തിനും ഒത്ത പ്രോഫിറ്റ് അവർക്കുണ്ടാകട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലവഴിക്കുക. കർത്താവ് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചുവടുകൾ വെച്ചോ. കർത്താവ് കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു. Shalom.